ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലഹരിക്കെതിരെ വലിയ പോരാട്ടത്തിലാണ് കേരളം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മലപ്പുറം വളാഞ്ചേരിയിൽ നിന്ന് ലഹരിയുടെ സൂചി പങ്കിട്ട 10 പേർക്ക് HIV സ്ഥിരീകരിച്ച ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്ത പുറത്തുവരുന്നത്. ലഹരിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നിരവധി വാർത്തകൾ വരുന്നത് കൊണ്ട് തന്നെ ബോധവൽക്കരണം അത്യാവശ്യമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ലഹരിയെ എങ്ങനെ നേരിടാം എന്ന വിഷയം തന്നെയാണ് ഹലോ ഡോക്ടർ എന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സൈക്യാട്രി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ജസാൽ അബ്ദുൽ ജബ്ബാർ ഉണ്ട്. നമസ്കാരം ഡോക്ടർ. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ലഹരിക്കെതിരെ ഒരു വലിയ പോരാട്ടത്തിലാണ് ഇപ്പോൾ കേരളവും സർക്കാരും ഒക്കെ. ലഹരിക്കെതിരെ നിരവധി പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ തന്നെ കാണുന്നുണ്ട്, വിദ്യാർത്ഥികളായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതൊരു പ്രായഭേദമന്യേ ആൾക്കാർ ഇന്ന് ലഹരി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് സർക്കാർ ഒരുപാട് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് മലപ്പുറം വളാഞ്ചേരിയിൽ നിന്ന് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വരുന്നത്. ലഹരിയുടെ സൂചി പങ്കിട്ട 10 പേർക്ക് HIV സ്ഥിരീകരിക്കുന്നു എന്നത്. അപ്പോൾ തീർച്ചയായും ഏറ്റവും കൂടുതൽ ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്ത തന്നെയാണത്. കാരണം അത്രയധികം തന്നെ ലഹരി എന്ന മഹാവിപത്ത് ഇന്ന് കേരളത്തിൽ അത്രയും സ്പ്രെഡായിരിക്കുന്നു, ആൾക്കാർ അത്രയും ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിനെതിരെ എല്ലാ തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനവും സർക്കാർ ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴും ആൾക്കാർ ഇതിലേക്ക് പോകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. അപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നിരവധി വാർത്തകൾ വരുന്ന സാഹചര്യത്തിലാണ് ഹലോ ഡോക്ടർ ഇന്ന് ബോധവൽക്കരണം അത്യാവശ്യമായി വരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഹലോ ഡോക്ടർ ലഹരിയെ എങ്ങനെ നേരിടാം എന്ന വിഷയം സംസാരിക്കുന്നത്. നമുക്കൊപ്പം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സൈക്യാട്രി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ജസാൽ അബ്ദുൽ ജബ്ബാർ ഉണ്ട്. ഡോക്ടർ കേൾക്കാമോ? ഡോക്ടർ, ഞാൻ അത് തന്നെയായിരുന്നു ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്നത്. ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണം, അതിന്റെ ആവശ്യകത ഇന്ന് വളരെയധികം വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ലഹരി വസ്തുക്കളുടെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് സമീപകാല വാർത്തകളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. പഴയ കാലങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, 20-ാം നൂറ്റാണ്ടിൽ കൂടുതലും മദ്യവും അതുപോലെ പുകവലിയും ഒക്കെ പോലെയുള്ള ഒരു ഫാഷനായിരുന്നുവെങ്കിൽ നമ്മുടെ 80കളിലൊക്കെ ഉള്ള ഒരു സിനിമകളൊക്കെ എടുത്ത് നോക്കിയിട്ട് അതിന്റെ യൂട്യൂബിന്റെ അടിയിലുള്ള കമന്റുകളൊക്കെ നോക്കിയാൽ അറിയാം. മുഖ്യമന്ത്രി വരെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ വലിക്കുന്നു എന്ന് കാണിക്കുന്ന ഓഗസ്റ്റ് 1 സിനിമയിലൊക്കെ ഉള്ള രംഗങ്ങൾ കണ്ടിട്ട് വലിക്കുന്നത് ഇങ്ങനെ കാണിക്കാമോ എന്ന് ചോദിക്കുന്നൊരിതുണ്ടായി. അത് വളരെ സ്വാഭാവികമായിട്ടും വളരെ നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു കൾച്ചറായിരുന്നു പബ്ലിക്കായി നിന്ന് പുകവലിക്കുക എന്ന് പറയുന്നത്. അതൊരു തെറ്റല്ല. പല രീതിയിലുള്ള ലഹരികൾ എല്ലാ കാലത്തും എല്ലാ ആളുകൾക്കും വന്നിട്ടുണ്ട്. ഉപയോഗങ്ങൾ അല്ലെങ്കിൽ അതിന്റെ താല്പര്യങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ക്രമാതീതമായ രീതിയിൽ, പഴയകാലത്ത് നമ്മൾ കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കളാണെങ്കിൽ ഇന്ന് അത് കൂടുതലും ഒരു സിന്തറ്റിക് ഡ്രഗുകളുടെ പലതരത്തിലുള്ള ഡ്രഗുകളുടെ ഉപയോഗത്തിലേക്കാണ് കണ്ടുവരുന്നത്. അതിന്റെ ഉപയോഗവും കൂടി വരുന്നതായിട്ടും അത്തരം ലഹരി വസ്തുക്കൾ കുറച്ചുകൂടി കൂടുതൽ ഉപയോഗിച്ച് വരുന്നതായിട്ട് ഇപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ചികിത്സാ തലത്തിലും ഒക്കെ നമ്മൾ കാണുമ്പോൾ കൂടുതൽ അത്തരം വസ്തുക്കളായിട്ടുള്ള ആളുകൾ വരുന്നതായിട്ടാണ് നമ്മൾ സാധാരണ ഇപ്പോൾ കണ്ടുവരുന്നത്. ഡോക്ടർ, ഞാൻ മലപ്പുറത്തെ ഒരു വാർത്തയെ പറ്റി പറഞ്ഞു. രാസലഹരി ഉപയോഗിക്കുന്ന സിറിഞ്ചുകൾ ഉപയോഗിച്ച് ആളുകൾ, ഇപ്പോൾ 10ഓളം ആളുകൾക്കാണ് ഇപ്പോൾ HIV ബാധ വന്നിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ദൂഷ്യവശങ്ങൾ, അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമോ? ലഹരി വസ്തുക്കള് സാധാരണ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെയാണ് എന്റെയും ശ്രദ്ധയിൽപ്പെടുന്നത്. നമ്മളിപ്പോൾ ലഹരി വിമുക്തിയുമായി ബന്ധപ്പെട്ട ചികിത്സയിൽ നമ്മൾ മറ്റ് പല വിഭാഗങ്ങളിൽ, ഇപ്പൊ ഞാനൊരു സൈക്യാട്രിസ്റ്റായ എനിക്ക് സ്വാഭാവികമായിട്ടും ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെടുകയും അതിന്റെ എന്തെങ്കിലും ദൂഷ്യവശങ്ങളുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് വരികയും ഒക്കെ ചെയ്യുന്ന ആളുകൾ അവരുടെ ചികിത്സയുടെ ഒരു അനുബന്ധ ചികിത്സയായിട്ട് ലഹരി വിമുക്തിയും കൂടി ചികിത്സയിൽ നമ്മൾ ഉൾപ്പെടുത്തും. അപ്പോൾ ഉൾപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ നമ്മളെ സൈക്യാട്രിസ്റ്റുകളെ വിളിക്കുകയും അവർ നമ്മൾ അവിടെ ചെല്ലുകയും നേരിട്ട് കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ഈ അടുത്ത് ശ്രദ്ധയിൽപ്പെട്ടത്, നമ്മൾ ഒരു ഉത്തരേന്ത്യയിലോ പഞ്ചാബിലൊക്കെയാണ് കുറച്ച് കൂടുതലായിട്ട് അത്തരം ഉപയോഗങ്ങളൊക്കെ കേട്ടിരുന്നത്. പക്ഷെ ഇപ്പതാ കേരളത്തിലും ഒരുപാട് സിറിഞ്ച് ഉപയോഗങ്ങൾ കൂടിയതായിട്ട് കാണാൻ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഇതുവരെ ഈ സിന്തറ്റിക് വസ്തുക്കൾ കൂടുതലായിട്ടും അവർ ഉപയോഗിച്ചിരുന്നതെല്ലാം ഒരു സ്നോർട്ടിങ്, മൂക്ക് വഴിയോ അല്ലെങ്കിൽ അത് പുകവലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത് കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത് ഈ മറ്റേ കഞ്ചാവ് പോലെ തന്നെ ചുരുട്ടി സിഗരറ്റായി ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ് കൂടുതലും അവർ ഉപയോഗിച്ചു വന്നിരുന്നത്. എന്നാൽ ഈയിടെയായിട്ട് സിറിഞ്ചുകളുടെ ഉപയോഗവും കൂടുതലായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. HIV ഒരുപാട് പേരുടെ ഉപയോഗം ഇപ്പോൾ കാണുന്നില്ല. നമ്മൾ ആഗോള തലത്തിൽ ഇതിന്റെ ഒരു
ഇന്ത്യയിലും ആഗോളതലത്തിലും ഒക്കെ ഞാൻ നോക്കിയപ്പോൾ അതിന്റെ ഡാറ്റയായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത് ഈ IV യൂസ് അല്ലെങ്കിൽ കൂടുതലും സിറിഞ്ചുകളിലൂടെയുള്ള ഉപയോഗങ്ങളിലൂടെ ഉണ്ടാകുന്നത് ഏകദേശം 7.2 മുതൽ 7.5% വരെ HIV ബാധ ആണ് കൂടുതലായിട്ട് കേട്ടിട്ടുള്ളത്. അപ്പൊ അത് HIV മാത്രമല്ല കേട്ടോ, മറ്റു പല അസുഖങ്ങളും വരുന്നുണ്ട്. അതിനെക്കുറിച്ച് വഴിയെ പറയാം. HIV ഒരു ഭാഗമായിട്ട് കണ്ടുവരുന്നത് ഒരു 100 പേരുണ്ടെങ്കിൽ അതിലൊരു 7.2% സിറിഞ്ചായിട്ട് ഉപയോഗിക്കുന്നവരിൽ 7.2% ഏകദേശം HIV ബാധയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയും ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. ഇപ്പൊ മറ്റു പല രൂപത്തിലുള്ള ലക്ഷണങ്ങളായിരിക്കും. രോഗപ്രതിരോധ ശേഷി, ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുന്നു, അതുപോലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളോടുകൂടിയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുന്നത്. ചെക്ക് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും HIV എന്നുള്ള ടെസ്റ്റ്, അല്ലെങ്കിൽ ഭയങ്കര വെയിറ്റ് ലോസ്, അല്ലെങ്കിൽ ഭയങ്കര സ്ഥിരമായ ചുമ, വയറിളക്കം, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും അവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വരുന്നത്. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും പലപ്പോഴും ഇവർക്ക് ഇത് HIV ആണെന്ന് തിരിച്ചു. സിറിഞ്ച് ഉപയോഗം തികച്ചും അപകടകരമായ ഒന്നാണ്. സുരക്ഷിതമല്ലാത്ത സിറിഞ്ച് ഉപയോഗം തികച്ചും അപകടകരം. കാരണം ഇതൊരു ഒരു 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 ഗ്യാങ് ആയിട്ട് ചെയ്യുന്ന ഒരു സ്പിരിറ്റോട് കൂടിയാണ് പലരും ചെയ്യുന്നത്. വളരെ ഇല്ലീഗലായ ഒരു പദാർത്ഥം ലഭിക്കുന്നു, ആ ഇല്ലീഗലായ പദാർത്ഥം എല്ലാവരും കൂടി ഒരു വലിയ കമ്പാനിയൻഷിപ്പിൽ, ഒരു രസത്തിൽ ഉപയോഗിക്കുന്നു. അവർ സിറിഞ്ച് എടുത്തിട്ട് അതിൽ മിക്സ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ട് അത് ഓരോരുത്തരുടെയും കെട്ടിയിട്ടിട്ട് കൊണ്ടൊക്കെ അവരുടെ ഞരമ്പുകളിലേക്ക് ഉപയോഗിക്കുന്നു. ഇങ്ങനെ പലരും അത് ഉപയോഗിക്കുമ്പോൾ ഒരാൾ ഉപയോഗിച്ച് സിറിഞ്ചിനെ എടുത്ത് അടുത്ത ആൾ ഉപയോഗിക്കുന്നു, അടുത്ത ആൾ എടുത്ത് സിറിഞ്ചിനെ ഉപയോഗിക്കുന്നു. ഒരുമിച്ച് മലപ്പുറത്ത് ഈ വാർത്ത ഇപ്പൊ എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല, അത് എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ തൊട്ട് വന്ന വാർത്തയാണെന്ന് തോന്നുന്നു. ഒരു 6-7 പേർക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ ഒരാൾക്ക് HIV ഉണ്ടായിരുന്നിരിക്കണം. ആ HIV നിന്ന് എല്ലാവർക്കും പകർന്നിരിക്കാനാണ് സാധ്യത. തീർച്ചയായും വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. ഇതുകൊണ്ട് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടാണ് ഹലോ ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം ഡോക്ടർ തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഡോക്ടർ, ഇപ്പോൾ ലഹരിയോടുള്ള ഒരു അമിത ആസക്തി അതൊരു മാനസിക അവസ്ഥയായി കണക്കാക്കാൻ സാധിക്കുമോ? തീർച്ചയായും. നമ്മൾ പഴയ കാലത്തൊക്കെ നമ്മൾ കരുതിയിരുന്നത് ഇതിനെ ഒരു മോറൽ മോഡൽ എന്നുള്ളത് പോലെയാണ്. അതായത് ഇതൊരു തെറ്റാണ്, ഇത് നമുക്ക് സ്വയം ഒരു നമ്മളുടെ ഒരു തെറ്റായ പ്രവണതകളും തെറ്റായ ചിന്തകളും കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് കരുതുന്നത്. എന്നാൽ ആധുനിക ശാസ്ത്രം വളരെ കൃത്യമായി പറയുന്ന കാര്യങ്ങളാണ്. ഇതൊരു രോഗാവസ്ഥയായിട്ട് തന്നെ നമ്മൾ കണക്കാക്കേണ്ടത്. അതായത് അമിതമായിട്ടുള്ള ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള ടെൻഡൻസി നിങ്ങളിൽ പല ലക്ഷണങ്ങളാണ്, രോഗലക്ഷണങ്ങളാണ്, പലതരം മാനസിക പ്രശ്നങ്ങളുടെ രോഗലക്ഷണങ്ങളായി ഇപ്പോൾ അത് കണക്കാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കാരണം ചെറുപ്പം മുതലേ, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ചെറുപ്പം മുതലേ ഹൈപ്പർ ആക്ടിവിറ്റി, ADHD പോലെയുള്ള ചില അവസ്ഥകൾ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി പോലുള്ള അവസ്ഥകൾ മുതിർന്ന ആളുകളാകുമ്പോൾ അവർ പെട്ടെന്ന് ഇമ്പൾസീവ് ആവാനുള്ള സാധ്യതകൾ ഉണ്ടാകുമ്പോൾ അവർ ചെയ്തു വെക്കുന്നത് ഇതുപോലെയുള്ള എടുത്തു ചാടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും. അതായത് പെട്ടെന്ന് സുഖം കിട്ടണം, പെട്ടെന്ന് ഒരു ഹൈക്ക് വരണം, അല്ലെങ്കിൽ ഒരു ഹൈ തോന്നണം, അതുപോലെ തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഗ്യാങ്ങിനോടൊപ്പം പെട്ടെന്ന് ചെയ്ത് പ്രവർത്തിക്കണം എന്നൊക്കെ ഒരു മട്ടിലേക്ക് പോവുകയും ആ ടെൻഡൻസികളെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റാതെ അവർ പതുക്കെ അഡിക്ഷനിലേക്ക് പോവുകയും ഒരിക്കൽ ഈ ഉപയോഗം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പതിയെ അത് ബ്രെയിനിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ്. 8600 കോടി കോശങ്ങളുള്ള ഒരു ബ്രെയിനാണ് നമ്മുടെ. അതിൽ തന്നെ 6000-7000 കണക്ഷനുകളുണ്ട് ഓരോ കോശത്തും. അത്രയും വലിയൊരു ബ്രെയിനിന് ചെറിയ പടിപടിയായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കും. പ്രത്യേകിച്ച് അത് ചെറുപ്പത്തിൽ, നമ്മൾ പറയുന്നത് 25 വയസ്സിന് മുമ്പുള്ള കാലയളവിലാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായും അഡിക്ഷൻ എന്ന് പറയുന്ന അവസ്ഥ, അതായത് ഇതില്ലാതെ വരിക എന്ന് സാധ്യമാവാത്ത വിധം ബ്രെയിൻ പ്രതികരിച്ചു തുടങ്ങുകയും അത് കിട്ടാതെ തനിക്ക് പറ്റില്ല എന്ന നിലയിൽ അസ്വസ്ഥതകൾ വരികയൊക്കെ ചെയ്യാം. എല്ലാ ലഹരി വസ്തുക്കൾക്കും അതിൻ്റെതായ എഫക്റ്റുകളുണ്ട്. പല രീതിയിലുള്ള എഫക്റ്റുകളാണ് പലതരം ഡ്രഗുകൾക്ക് ഉപയോഗിക്കുന്നത്. ചിലർ താരതമ്യേന ദോഷം കുറഞ്ഞതാണ്, ചിലർ താരതമ്യേന ദൂഷ്യം കൂടിയതാണ്. ചിലത് അഡിക്ഷൻ പൊട്ടൻഷ്യൽ വളരെ കൂടുതലുള്ള, പെട്ടെന്ന് അഡിക്ഷൻ ആവാൻ സാധ്യത, ഒരു തവണത്തെ ഉപയോഗം കൊണ്ട് തന്നെ അഡിക്ഷൻ വരാൻ സാധ്യതയാണ്. ചിലത് അത് അത്രയും വരാത്തതാണ്. ഇന്ന് നമ്മുടെ അപകടകരമായ സ്ഥിതി എന്ന് പറയുന്നത് ഈ വളരെയധികം പെട്ടെന്ന് അഡിക്ഷൻ ഉണ്ടാക്കുന്ന സാധനം എടുക്കുകയും അതിലൂടെ പല മാനസിക വിഭ്രാന്തി ലക്ഷണങ്ങൾ, അത് ലഭിക്കാതെ വരുമ്പോൾ പല മാനസിക വിഭ്രാന്തി ലക്ഷണങ്ങൾ പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനെ ഒരു മോറൽ മോഡൽ, അല്ലെങ്കിൽ അതൊരു തെറ്റായ മനുഷ്യനായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് കാണുന്നതിന് പകരം അത് നമ്മുടെ ബ്രെയിനിന്റെ കോശങ്ങളിലുള്ള വേരിയേഷൻസ് കൊണ്ട് ഉപയോഗിക്കാനുള്ള ടെൻഡൻസികളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാമെന്നും ഇതൊരു രോഗാവസ്ഥയാണെന്നും ഇത് കൃത്യമായ ഒരു മാനസികാരോഗ്യ ചികിത്സ കൊണ്ട്, വളരെ ക്ഷമയോടെ ഉള്ള ഒരു ചികിത്സയാണ് ഇതിന് ആവശ്യം. കാരണം ഏത് മാനസികാരോഗ്യ ചികിത്സയിലും വളരെ ക്ഷമയോടെയുള്ള ചികിത്സയിലൂടെ മാത്രമേ റിസൾട്ടുകൾ ഉണ്ടാക്കാൻ സാധിക്കൂ. അപ്പൊ ആ റിസൾട്ടുകൾ ഉണ്ടാക്കാൻ വളരെ ക്ഷമയോടെ
ഇതിൽ ഒരിക്കൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കുടുംബം, അവരുടെ സമൂഹം ഇവരിൽ നിന്നെല്ലാം മോശമല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളിലൂടെയുള്ള ഒരു സപ്പോർട്ട് അവർക്ക് ലഭ്യമാവുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഡോക്ടർ, ഇപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം വിദ്യാർത്ഥികളിലടക്കം ഈ ഒരു ലഹരിയുടെ വ്യാപനം വലിയ തോതിൽ വരുന്നുണ്ട് എന്നതാണ്. മിഠായി രൂപത്തിലാണെങ്കിലും അങ്ങനെ പല രീതിയിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മാതാപിതാക്കളും അധ്യാപകരും സമൂഹവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാതാപിതാക്കളും സമൂഹവും ശ്രദ്ധിക്കേണ്ട കാര്യം തീർച്ചയായിട്ടും അത് ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് അത്. നമ്മൾ അമിതമായിട്ടുള്ള രൂപത്തിൽ അവരെ ഒരു തരം പോലീസിങ് മട്ടിൽ കൊണ്ടുപോവുക എന്നുള്ളത് അതിലൊരു ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് ഇത് എന്തുകൊണ്ട് ഉപയോഗിക്കപ്പെടുന്നു, എന്താണ് ഇതിന്റെ അപകടവശങ്ങൾ എന്നുള്ളത് കറക്റ്റായി ചെറുപ്പം മുതലേ പഠിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കാൻ എങ്ങനെയാണ് അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൂഷ്യങ്ങൾ എന്ന് പഠിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചില ആളുകൾ അവര് കാണുന്നത് ലഹരി ഉപയോഗിക്കുന്നു. ഓക്കെ, ലഹരി ഉപയോഗിച്ചാൽ ഇന്ന അപകടമുണ്ട്, അതുകൊണ്ട് ഉപയോഗിക്കരുത്. പക്ഷെ അവർ കാണുന്നത് എന്താ? ഓ, എന്റെ സുഹൃത്ത് അവിടെ ഉപയോഗിക്കുന്നുണ്ട്, അവന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, അതിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന മട്ടിലായിരിക്കും വരുന്നത്. പക്ഷെ ഇതിന്റെ ഒരു അപകടവശം എന്ന് പറയുന്നത്, ഒരിക്കലും ഒരാൾക്ക് ലഹരി ഉപയോഗിച്ചു കൊടുക്കുമ്പോൾ അയാൾ ഒരു അപകടകാരിയായി തീരുന്നുണ്ടോ, അയാൾക്കത് സ്വയം ദോഷം ചെയ്യുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ശേഷി അയാൾക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ അവർക്ക് ബോധവൽക്കരണം നടത്തേണ്ടത്. അതായത് നിങ്ങൾക്ക് അതിനുള്ള ശേഷി പതുക്കെ നഷ്ടപ്പെടുകയാണ്. നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്ന വളരെ പൊട്ടൻഷ്യൽ ഉള്ള, നിങ്ങളുടെ വളരെ കപ്പാസിറ്റി ഉള്ള, നിങ്ങളുടെ സമൂഹത്തെ തിരിച്ചറിയാൻ കഴിയുന്ന, നിങ്ങളുടെ വികാരങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന, നിങ്ങളുടെ വിചാരങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന, നിങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും പ്രോപ്പറായി തിരിച്ചറിഞ്ഞാൽ സാധിച്ചാൽ മാത്രമേ നിങ്ങൾക്കൊരു നല്ല കേപ്പബിൾ ആയ ഒരു മനുഷ്യനായി, ഒരു നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു മനുഷ്യനായി തീരാൻ സാധിക്കുകയുള്ളൂ എന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളുടെ ശേഷി നഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ തിരിച്ചറിയുക പോലും ഇല്ല എന്നതിൽ നിന്നായിരിക്കണം അവരെ കൂടുതൽ അവബോധം നടത്തേണ്ടത്. അവബോധം നടത്തി തുടങ്ങേണ്ടതാണ് എന്തുകൊണ്ട് ഇത് ഉപയോഗം ദോഷമായി വരുന്നു എന്നുള്ളതാണ്. ഇനി വേറെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഈ മദ്യം അതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ മിനിമം നമ്മൾ ഇതിനൊക്കെ ഒരു ഏജ് ലിമിറ്റ് ഉണ്ട് എന്നുള്ളതെങ്കിലും നമ്മൾ പറയണം. അതായത് ഇപ്പൊ മദ്യമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ, മദ്യം ഒരു ലഹരി വസ്തുവാണ്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മദ്യം നിയമപരമായിട്ട് അനുവദിക്കപ്പെട്ട ഒന്നാണ്. അപ്പോ ഇതിൽ എപ്പോഴെങ്കിലും നമ്മുടെ ഇവിടെ അതിന് ലോ കൃത്യമായി പാലിക്കുന്നു. 23 വയസ്സാണ് നമ്മുടെ മദ്യം ഉപയോഗിക്കാനുള്ള മിനിമം പ്രായപരിധി. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനുകൾ ആ സമയത്ത് കൂടുതൽ അഡിക്ഷൻ വരാൻ സാധ്യതയുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞു. അപ്പൊ ചെറിയ പ്രായത്തിൽ അത് ഉപയോഗിക്കുന്നത് ദൂഷ്യമാണെന്ന് കൃത്യമായി മനസ്സിലാക്കി അവർക്ക് അത്, നിങ്ങൾ മദ്യം ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഒരു 23 വയസ്സിന് ശേഷം നിങ്ങളുടെ അപ്പുറത്തെ യുക്തിക്കനുസരിച്ച് ഒരു തീരുമാനം എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിശ്വാസത്തിൽ എടുക്കുന്ന ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറെക്കുറെ ആളുകൾക്ക് ഇതിലൊരു താല്പര്യം, ഇത് കൂടുതൽ ഇങ്ങനെ മറച്ചു വെച്ച് എന്തോ കൗതുകങ്ങളുണ്ട് എന്നത് വരുന്നിടത്താണ് ഇതിന്റെ കൂടുതൽ ദോഷം വരുന്നത്. അപ്പൊ ഇതിലൊരു യുദ്ധപ്രഖ്യാപനം എന്നതുപോലെയൊക്കെ നമുക്ക് ആവാമെങ്കിലും കുട്ടികളോട് ഒരു തരം ശത്രുതാ മനോഭാവം ഒഴിവാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആദ്യ വശം. ഇങ്ങനെ ഒരു കാര്യം വരുന്നുണ്ടെങ്കിൽ വളരെ എന്താ പറയാ, അവൻ കുറച്ചുകൂടി ഒരു ഗോപ്യമാക്കാൻ വെക്കുന്ന കാര്യങ്ങൾ അവനെ കൊണ്ട് കുറച്ചുകൂടി തുറന്ന്, അവന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ ആക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അവനെ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്നതിലൂടെ ആയിരിക്കണം ഇതിന്റെ ഒരു ചികിത്സ. എന്നാൽ ഇതിനൊരു മറുവശമുണ്ട്. ഇനി വളരെ ദൂഷ്യകരമായി മാറി, അയാളുടെ ഉപയോഗം കൊണ്ട് അത്രയേറെ ദോഷകരമായി മാറി എന്ന് പറഞ്ഞാൽ അയാൾക്ക് തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. അപ്പോൾ അത്തരം ആളുകളെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിർബന്ധിതമായി തന്നെ ചികിത്സയ്ക്ക് ചിലപ്പോൾ വിധേയമാക്കേണ്ടി വരും. അതിന് നിലവിലെ നിയമങ്ങൾക്ക് പരിമിതികളുണ്ട്. കാരണം ഈ നിർബന്ധിതമായ ചികിത്സകൾ നൽകുന്നതിന് നിയമപരമായ പരിമിതികളുണ്ട്. ഇതെല്ലാം പോളിസി മേക്കേഴ്സ് എല്ലാം ആലോചിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഹെൽത്തും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പുകളും ഒക്കെ ചേർന്ന് ദേശീയ തലത്തിലൊക്കെ തന്നെ ആലോചിച്ച് പോളിസി തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. എങ്ങനെയാണ് ഒരു അഡിക്ഷൻ ഉള്ള ആൾക്ക് ചികിത്സ നൽകാൻ സാധിക്കും, അയാളുടെ ഓട്ടോണമി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ട്, ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിയമങ്ങളും പോളിസികളും ഒക്കെ നിർമ്മിക്കുക എന്നുള്ളതും കൂടി കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കേവലം ഒരു ഓപ്പറേഷൻ ഡി ഹണ്ട് പോലെയുള്ള ഒരു പദ്ധതിയിലൂടെ മാത്രം നമുക്ക് മൊത്തമായി ഇത് ഇല്ലാതാക്കും എന്ന് കരുതുന്നത് മൗഢ്യമാണ്. അതിനെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കുക, അതിന് സാധ്യതയുള്ള കുട്ടികളെ ചെറുപ്പം മുതലേ ഇമ്പൾസിവിറ്റി ഒക്കെ ഉള്ളവരെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അവർക്കൊരു സ്റ്റിഗ്മ വരുത്താതെ അവരെ കെയർഫുള്ളായി നർച്ചർ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുക പോലെയുള്ള വഴികളിലൂടെ മാത്രമേ അതൊക്കെ സാധ്യമാവൂ. പറഞ്ഞു വിഡ്രോവൽ സിംറ്റം പോലുള്ള പല രീതിക്ക് ആൾക്കാർ അതിനെ റിയാക്ട് ചെയ്യുന്നുണ്ട് ഒരു അഡിക്ഷനായി മാറുമ്പോൾ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലഹരിക്ക് അമിത ആസക്തി കാണിക്കുന്ന, അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ടവർ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? മനസ്സിലാക്കാൻ സാധിക്കുക പല രീതിയിലാണ്. ഇപ്പൊ നമ്മൾ പെരുമാറ്റത്തിലുള്ള വ്യത്യാസങ്ങൾ തന്നെയാണ് ആദ്യം നമുക്ക് പലപ്പോഴും ശ്രദ്ധിക്കാൻ സാധിക്കുക.
ഇപ്പൊ നിങ്ങൾ എന്താ പറയാ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ വയലന്റ് ആവുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സംശയിക്കണം. ഇതുവരെ അങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന്, ഇപ്പൊ ഞാൻ നമ്മുടെയൊക്കെ OP-കളിൽ സാധാരണ വരുന്ന കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു കുഴപ്പമില്ലായിരുന്നു, നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു, പെട്ടെന്ന് ഇതൊക്കെ കുളമായി തുടങ്ങി, ഒന്നും പഠിക്കുന്നില്ല. അപ്പൊ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കാര്യമായൊരു മാനസിക രോഗത്തിന്റെ ലക്ഷണങ്ങളോ മറ്റു വിഷയങ്ങളോ ഒന്നും നമ്മൾ നോക്കിയാൽ കാണാനും സാധിക്കുന്നുണ്ടാവില്ല. അപ്പോ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ലഹരി ഉപയോഗം അതിന്റെ ഒരു കാരണമായിട്ടാണ്. അപ്പൊ പെരുമാറ്റത്തിലുള്ള വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതുണ്ട്. മാത്രമല്ല, എല്ലാ കാര്യങ്ങളും വന്ന് തുറന്നു പറഞ്ഞിരുന്ന ഒരു കുട്ടി ഒരു പക്ഷേ അതെല്ലാം ഗോപ്യമാക്കുന്ന ഒരു പ്രകടനം, താൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും ഗോപ്യമാക്കി വെക്കുന്ന ഒരു പ്രവണതയുണ്ടെങ്കിൽ അത് പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ അത് അഡോളസന്റെ മാറ്റമായിരിക്കാം. പക്ഷെ അത് കുറച്ചുകൂടി ശ്രദ്ധയോടെ നമ്മളൊന്ന് വീക്ഷിക്കുകയും, ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോലീസ് മുറ എന്നതിനപ്പുറത്തേക്ക് ആ ഒരു ഞാൻ പോലീസ് മുറ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ശൈലിയാണ്. ആ ശൈലി നമ്മൾ അവരെ വളരെയധികം ചോദ്യം ചെയ്യുന്ന ഒരു രീതി, അതിനേക്കാൾ കുറച്ചുകൂടി അവൻ എന്താണ്, അവൻ എന്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ആരോഗ്യകരമായ ശ്രമം, അത് നമുക്ക് തീർച്ചയായും വളരെ സ്നേഹപൂർവമായ ഒരു ബന്ധപ്പെടലിലൂടെ അല്ലെങ്കിൽ കുട്ടികളോടുള്ള ഒരു ഇന്ററാക്ഷനിലൂടെ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഇത്തരം ചില ലക്ഷണങ്ങൾ നമുക്ക് അതിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. പെരുമാറ്റത്തിലുള്ള കാര്യമായ മാറ്റങ്ങൾ തന്നെയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ദേഷ്യം, അകാരണമായ ദേഷ്യം, അതുപോലെ തന്നെ അകാരണമായ ആത്മവിശ്വാസക്കൂടുതൽ, ഇതൊന്നും ചെയ്യാൻ കഴിയുമെന്ന് തോന്നല്, അകാരണമായ വിഷാദം പോലെ മൗനമായിരിക്കുക, ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല, വേണ്ടാതിരിക്കുന്നു, എന്ത് പറഞ്ഞാലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുന്നു, സാധനങ്ങൾ വലിച്ചെറിയുന്നു, ഇതുപോലുള്ള ലക്ഷണങ്ങളൊക്കെ നമുക്ക് ഇത്തരം ലഹരി ഉപയോഗങ്ങളുടെ സാധ്യതകളായി പരിശോധിക്കാവുന്നതാണ്. അങ്ങനെ തന്നെ ആവണം നിർബന്ധമില്ല. അങ്ങനെ തന്നെ കാണുന്നുണ്ടെങ്കിൽ അവരോട് വളരെ ആരോഗ്യകരമായി ചോദിക്കുക. എന്നിട്ടൊരു മറുപടി അവരിൽ നിന്ന് തൃപ്തികരമായി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ ഒക്കെ കണ്ടുകൊണ്ട് അതിന്റെ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിലൊക്കെ ചെയ്യേണ്ടത്. ഡോക്ടർ, ഹലോ ഡോക്ടറിൻ്റെ ഈ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ നിരവധി വാർത്തകൾ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഹലോ ഡോക്ടർ ബോധവൽക്കരണം അത്യാവശ്യമായി വന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു വിഷയം, ലഹരി എങ്ങനെ നേരിടാം എന്ന വിഷയം സംസാരിച്ചത്. നമ്മോടൊപ്പം ജനറൽ ആശുപത്രിയിലെ സൈക്യാട്രി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ജസാർ അബ്ദുൽ ജബ്ബാറാണ് സംസാരിച്ചത്. നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.